വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡിഗ്രി പ്രിലിംസിൻ്റെ രണ്ടാമത്തെ ഘട്ടമായിരുന്നു അല്ലേ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് ആൻസർ കീ നോക്കിയാലോ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോടെത്തി. ശരിയാണല്ലേ. 1498 മെയ് 20 വാസ്കോഡ ഗാമ കാപ്പാട് കോഴിക്കോടെത്തുന്നത്. 1500 പെദ്രോ അൽവാറസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിൽ എത്തി. ശരിയാണല്ലോ. 1500 പെദ്രോ അൽവാറസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. ശരിയാണ്. 1502 വാസ്കോഡ ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തി. ശരിയാണ്. 1502 വാസ്കോഡ ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അതും ശരിയാണ്. പ്രസ്താവന എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ്, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏതു യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ആരെയാണ്? ഡച്ചുകാരെയാണല്ലേ. ഓപ്ഷൻ സി, ഡച്ചുകാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് ആരാണ്? ഹെൻറിക് വാൻ റീഡ് ആണല്ലേ. ഹെൻറിക് വാൻ റീഡ്. നെക്സ്റ്റ്, മാമാങ്കം കിളിപ്പാട്ട്. മാമാങ്കം കിളിപ്പാട്ട് കോടഞ്ചേരി നമ്പൂതിരി. കോടഞ്ചേരി നമ്പൂതിരി. പെരുമാൾ തിരുമൊഴി കുലശേഖര ആൾവാൾ. പെരുമാൾ തിരുമൊഴി കുലശേഖര ആൾവാൾ. തുഹാഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. A3, B1, C4, D2. നെക്സ്റ്റ്, കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു ഒന്നാം വിദ്യാഭ്യാസ മന്ത്രി അല്ലേ. അത് ശരിയാണ്. നെക്സ്റ്റ്, ശരിയായ ഉത്തരം വരുന്നത് KR ഗൗരി ആയിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. KR ഗൗരി ആയിരുന്നു. അതും ശരിയാണ്. അപ്പോൾ പ്രസ്താവന 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? മൻസബ്ദാരി സമ്പ്രദായം ആരുടേതാണ്? അക്ബറിനെയാണ് അല്ലേ. അക്ബറിൻ്റേതാണ് മൻസബ്ദാരി സമ്പ്രദായം. ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തത്? ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തത്? ഓപ്ഷൻ ബി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. നെക്സ്റ്റ്, താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. ആൻസർ വരുന്നത് 3, 1, 4, 2. ആദ്യം വരുന്നത് ബംഗാൾ വിഭജനം. നെക്സ്റ്റ് വരുന്നത് റൗളത്ത് ആക്ട്. പിന്നെ നെഹ്റു റിപ്പോർട്ട്. ലാസ്റ്റ് ഗാന്ധി ഇർവിൻ പാക്ട്. നെക്സ്റ്റ്, 20 ദിന പരിപാടി കൊണ്ടുവന്നത് ആരാണ്? 20 ദിന പരിപാടി കൊണ്ടുവന്നത് ഓപ്ഷൻ എ, ഇന്ദിരാഗാന്ധി. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. സ്റ്റാമ്പ് നിയമം, അമേരിക്കൻ വിപ്ലവം. സ്റ്റാമ്പ് നിയമം, അമേരിക്കൻ വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫ്രഞ്ച് വിപ്ലവം. ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ബ്രസ്റ്റ് ലിറ്റോസ്ക് ഉടമ്പടി, റഷ്യൻ വിപ്ലവം. ഓപ്ഷൻ ഡി, A2, B4, C1, D2. നെക്സ്റ്റ്, താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും. ഓപ്ഷൻ ബി, 1, 3 മാത്രം. 1, 3 മാത്രം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്? ഓപ്ഷൻ സി, നദികളുടെ നിക്ഷേപം. നദികളുടെ നിക്ഷേപം. നെക്സ്റ്റ്, ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഓപ്ഷൻ ബി,
തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസം. തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസം. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുള്ള് വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുള്ള് വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങൾ. ഓപ്ഷൻ സി, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങൾ. നെക്സ്റ്റ്, കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേര് കേട്ടതാണ്? കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേര് കേട്ടതാണ്? ഓപ്ഷൻ ബി, ഉഷ്ണമേഖലാ മഴക്കാടുകൾ. പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? ഓപ്ഷൻ എ, നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളും. നെക്സ്റ്റ്, വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് എന്താണ്? വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ സി, വരുമാന അസമത്വം വർദ്ധിക്കുന്നു. വരുമാന അസമത്വം വർദ്ധിക്കുന്നു. നെക്സ്റ്റ്, ക്യാഷ് റിസർവ് അനുപാതം CRR കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണ്? ക്യാഷ് റിസർവ് അനുപാതം CRR കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ സി, ദ്രവ്യത വർദ്ധിപ്പിക്കൽ. നെക്സ്റ്റ്, GDPയിലും ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത് എന്താണ്? GDPയിലും ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി, സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു. സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു. സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ്? സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ്? ഓപ്ഷൻ സി, HDI. നെക്സ്റ്റ്, വാദം എ, നീതി ആയോഗ് താഴെത്തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. ശരിയാണല്ലോ, നീതി ആയോഗ് താഴെത്തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. കാരണം സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ടെന്നാണ്. തെറ്റാണ് അല്ലേ? തെറ്റാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് എ ശരിയാണ്, പക്ഷേ ആർ തെറ്റാണ്. നെക്സ്റ്റ്, പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അല്ലേ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. നെക്സ്റ്റ്, ലോക്പാലിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ലോക്പാലിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി, ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയത് ഓപ്ഷൻ സി, 2005. കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ്? കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിലാണ് വരുന്നത്? ഓപ്ഷൻ എ, ഒറിജിനൽ അധികാര പരിധി. ഇംഗ്ലീഷിൻ്റെ ചോദ്യപേപ്പർ പ്രകാരമാണ് ആൻസർ കീ ഇടുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് വരാം. ഉപദേശക അധികാര പരിധിയിലാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? ഓപ്ഷൻ എ, 6 മാസം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക മൗലിക കടമയാണ്.
പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക, അതും ശരിയാണ്. ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുള്ള മനോഭാവവും വികസിപ്പിക്കുക, അതും ശരിയാണ്. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി 4 മാത്രം. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഭാഗം 20-ലാണ്. ഭാഗം 20-ലാണ്. ഓപ്ഷൻ എ ആണ് ഭാഗം 20. നെക്സ്റ്റ്, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ്? ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 52-ാം ഭേദഗതിയാണ് അല്ലേ? 1985-ലെ 52-ാം ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്ന ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെൻറ്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഓപ്ഷൻ എ ആണ് ഗോലഖ്നാഥും മറ്റുള്ളവരും vs പഞ്ചാബ് സംസ്ഥാനം. ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെൻറ്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഓപ്ഷൻ എ ഗോലഖ്നാഥും മറ്റുള്ളവരും vs പഞ്ചാബ് സംസ്ഥാനം, 1967. നെക്സ്റ്റ്, 73-ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് 73-ാം ഭേദഗതി നിയമം ഉരുത്തിരിഞ്ഞത്? ആർട്ടിക്കിൾ 40 ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 40. നെക്സ്റ്റ്, ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ഓപ്ഷൻ എ വർത്തമാന പുസ്തകം. നെക്സ്റ്റ്, ദ്വിതീയാക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895-ൽ AR രാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷകൃതി ഏതാണ്? 1895-ൽ AR രാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷകൃതി ഏതാണ്? ദ്വിതീയാക്ഷരപ്രാസം ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഡി ആണ് മേഘദൂതം. ഓപ്ഷൻ ഡി മേഘദൂതം. നെക്സ്റ്റ്, കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണാപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിലെ വിഷയം എന്താണ്? ഓപ്ഷൻ സി ഗജേന്ദ്രമോക്ഷം. വഞ്ചിപ്പാട്ടാണല്ലേ ഗജേന്ദ്രമോക്ഷം. നെക്സ്റ്റ്, കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? നെക്സ്റ്റ്, കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? ഓപ്ഷൻ ഡി വള്ളത്തോൾ. ഓപ്ഷൻ ഡി വള്ളത്തോൾ. നെക്സ്റ്റ്, എഴുത്തുകാരുടെയും കൃതികളുടെയും അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. ഓടക്കുഴൽ. ഓടക്കുഴൽ ആരുടേതാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റെയാണ് ഓടക്കുഴൽ. രണ്ടാമൂഴം. രണ്ടാമൂഴം ആരുടേതാണ്? MT വാസുദേവൻ നായർ. രണ്ടാമൂഴം MT വാസുദേവൻ നായർ. ഒരു ദേശത്തിൻ്റെ കഥ SK പൊറ്റക്കാട്. കയറ് തകഴി. കയറ് തകഴി. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ബി ആണ്. ഓപ്ഷൻ ബി A3, B4, C1, D2. നെക്സ്റ്റ്, 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിൻ്റെ പേര് തിരിച്ചറിയുക. 1847 ജൂൺ മാസത്തിൽ പിറവിയെടുത്ത ആദ്യത്തെ പത്രം ഏതാണ്? ഓപ്ഷൻ എ രാജ്യസമാചാരം. നെക്സ്റ്റ്, കേരളത്തിൽ അവതരിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം എന്നറിയപ്പെടുന്ന ചവിട്ടുനാടകം ഏതാണ്? ഓപ്ഷൻ സി കാറൽ മാൻസ് ചരിതം. കാറൽ മാൻസ് ചരിതം. കേരളത്തിൽ അവതരിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം എന്നറിയപ്പെടുന്ന ചവിട്ടുനാടകമാണ് കാറൽ മാൻസ് ചരിതം. നെക്സ്റ്റ്, ബോഗി എന്ന പദം ഏത് കായിക ഇനമാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഗോൾഫ്. നെക്സ്റ്റ്, ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ ഓപ്ഷൻ ബി എബ്രഹാം റീഡ്. 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? ഓപ്ഷൻ സി ലോസ് ഏഞ്ചൽസ്. നെക്സ്റ്റ്, CPU-വിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകം ഏതാണ്? CPU-വിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറി. ഓപ്ഷൻ എ ക്യാഷ് മെമ്മറി.
നെക്സ്റ്റ്, താഴെ കൊടുത്തവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്ഷൻ ബി ആണ് ലിനക്സ്. നെക്സ്റ്റ്, ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? നെക്സ്റ്റ്, ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ ഫൈബർ. നെക്സ്റ്റ്, വേൾഡ് വൈഡ് വെബിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? WWWൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ എ ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെൻറ്റുകൾ കൈകാര്യം ചെയ്യൽ. നെക്സ്റ്റ്, അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ സി വകുപ്പ് 67. നെക്സ്റ്റ്, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ എന്താണ്? ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിൻ്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻ്റ് ആണ്. ശരിയാണ്. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അഗ്രിമെൻ്റ് എന്ന് ശരിയാണ്. നെക്സ്റ്റ്, 1987 ഒപ്പിട്ടത്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മുകൾ പറഞ്ഞതെല്ലാം ശരിയാണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ വാതകത്തിന്. തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. താഴെ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ. അത് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ക്ലോറോഫ്ലൂറോ കാർബൺസ്, നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ 1, 2 മാത്രം. ഓപ്ഷൻ ബി 1, 2 മാത്രം. നെക്സ്റ്റ്, ജൈവ വൈവിധ്യത്തിൻ്റെ ഇൻസിറ്റു സംരക്ഷണത്തിൻ്റെ രീതികൾ ആണ്. ഇൻസിറ്റു സംരക്ഷണം ഏതൊക്കെയാണ് വരുന്നത്? നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളും നാഷണൽ പാർക്കുകളും സാങ്ച്വറികളും എന്ന് പറയുന്നതാണ് ശരി വരുന്നത്. ഓപ്ഷൻ സി ആണ്. 3, 4 മാത്രം. നെക്സ്റ്റ്, ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് ഏതാണ്? പ്ലാസ്റ്റിക്കും മൈക്രോ പ്ലാസ്റ്റിക്കും. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് പ്ലാസ്റ്റിക്കും മൈക്രോ പ്ലാസ്റ്റിക്കും. ഓപ്ഷൻ എ 2 മാത്രം. നെക്സ്റ്റ്, യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? ഫോസ്ഫറസ്, നൈട്രജൻ. ഓപ്ഷൻ ബി 1, 2 മാത്രം. നെക്സ്റ്റ്, മാത്സ് ആണ്. x-4, x-2, x എന്നിവ അഭാജ്യസംഖ്യകളാണെങ്കിൽ x+2 എന്നത് ഒരു ഭാജ്യസംഖ്യയും അതേസമയം ഒരു പൂർണ്ണസംഖ്യയുടെ വർഗവുമാണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, 10നെ x% വർദ്ധിപ്പിച്ചാൽ 30നെ x% കുറച്ചാൽ കിട്ടുന്ന അതേ വില കിട്ടുമെങ്കിൽ x എത്രയാണ്? ഓപ്ഷൻ ഡി 50. ഒരു കാറിൻ്റെ ചക്രത്തിൻ്റെ വ്യാസം 77 സെൻറ്റിമീറ്റർ ആണ്. 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും? ഓപ്ഷൻ എ 2420. ഒരു തുക ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശയ്ക്ക് 5 വർഷത്തേക്ക് കൊടുത്തു. 2% കൂടുതൽ പലിശയ്ക്ക് കൊടുത്തിരുന്നുവെങ്കിൽ 5000 രൂപ കൂടുതൽ കിട്ടുമായിരുന്നുവെങ്കിൽ നിക്ഷേപ തുക എത്രയാണ്? ഓപ്ഷൻ സി 50000. നെക്സ്റ്റ്, 3 സംഖ്യകളുടെ അനുപാതം 3:4:5 ആണ്. അവയുടെ തുക 60 ആണെങ്കിൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്രയാണ്? ഓപ്ഷൻ എ 1250. നെക്സ്റ്റ്, 5 മുതിർന്നവർ ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 3 കുട്ടികൾ അതേ ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 4 മുതിർന്നവരും 2 കുട്ടികളും ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷനിലില്ല. ഓപ്ഷൻ വരുന്നത് 2.5 ദിവസം എന്നായിരുന്നു. നെക്സ്റ്റ്, ചുറ്റളവ് 39.6 മീറ്റർ ആയ വൃത്തത്തിൻ്റെ വിസ്തീർണം ഒരു ചതുരത്തിൻ്റെ വിസ്തീർണത്തിന് തുല്യമാണ്.
ചതുരത്തിൻ്റെ നീളത്തിന് 27.72 മീറ്റർ ആണെങ്കിൽ വീതി എത്രയാണ്? ഓപ്ഷൻ സി 4.5. നെക്സ്റ്റ്, ഒരു സംഖ്യ 12% കൊണ്ട് കുറച്ചാൽ 1760 കിട്ടുമെങ്കിൽ സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 2000. നെക്സ്റ്റ്, ഒരു ഫർണിച്ചർ തോമസ് 4800 രൂപയ്ക്ക് വാങ്ങി. അത് പോളിഷ് ചെയ്യാൻ 1200 രൂപ ചിലവായി എങ്കിൽ അത് 5400 രൂപയ്ക്ക് വിറ്റാൽ അയാളുടെ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കുക. ഇതിന് ആൻസർ ഇല്ല കേട്ടോ. നെക്സ്റ്റ്, 60ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 5. നെക്സ്റ്റ്, ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. റേഡിയം, ഓക്സിജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ റേഡിയം. നെക്സ്റ്റ്, രണ്ട് സംഖ്യകളുടെ ആകെ തുക 150 ഗുണനഫലം 45 ആണെങ്കിൽ അവയുടെ വ്യുൽക്രമത്തിൻ്റെ തുക എത്രയാണ്? ഓപ്ഷൻ ഡി 10/3. നെക്സ്റ്റ്, 12:20 ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ അളവ് എത്രയാണ്? ഓപ്ഷൻ ബി 110 ഡിഗ്രി. നെക്സ്റ്റ്, 26/1/2025 ഞായറാഴ്ചയാണെങ്കിൽ 26/1/2028 ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ സി ബുധനാഴ്ച. നെക്സ്റ്റ്, എർത്ത് എന്ന വാക്ക് ഒരു കോഡ് ഭാഷയിൽ FCUXM എന്നാണെങ്കിൽ അതേ ഭാഷയിൽ സ്പൂൺ എന്നതിൻ്റെ കോഡ് എന്തായിരിക്കും? ഓപ്ഷൻ സി TRRSS. നെക്സ്റ്റ്, 66ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5√5 1 എന്നീ ശ്രേണിയുടെ എണ്ണാപദം 1/625 ആണെങ്കിൽ n എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് 11. നെക്സ്റ്റ്, രാജു കിഴക്ക് വശത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. തുടർന്ന് അവിടെ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് 20 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. ഒടുവിൽ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 35 കിലോമീറ്റർ സഞ്ചരിച്ചുവെങ്കിൽ ആരംഭ സ്ഥാനത്ത് നിന്ന് അവസാന സ്ഥാനത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ഓപ്ഷൻ ബി 25 കിലോമീറ്റർ. നെക്സ്റ്റ്, ഒരു ക്യൂവിൽ രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. പിന്നിൽ നിന്ന് 19ാം സ്ഥാനത്താണ് രമേശ്. സുമേഷിനേക്കാൾ 5 റാങ്കുകൾ പിന്നിലാണ് രാജേഷ്. രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്കും മുന്നിലാണ് ആര്യ. മുന്നിൽ നിന്ന് 39ാം സ്ഥാനത്താണ് ആര്യയെങ്കിൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ഓപ്ഷൻ 73. നെക്സ്റ്റ്, രാജു രാമിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ്. വിക്രം രാധയുടെ മകനാണ്. രാധ അരുണിൻ്റെ അമ്മയും രാമിൻ്റെ മുത്തശ്ശിയുമാണ്. കേശു പ്രിയയുടെ അച്ഛനാണ്. കേശു രാജുവിൻ്റെ മുത്തച്ഛനും കൂടിയാണ്. രാധ കേശുവിൻ്റെ ഭാര്യയാണ്. രാജു രാധയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും? ഓപ്ഷൻ സി ചെറുമകൻ. നെക്സ്റ്റ്, ഇംഗ്ലീഷ്. 70 kilograms dash more than anyone can lift easily. Option B is. Next question. She is elder dash her youngest sister by 4 years. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2 ആണ്. നെക്സ്റ്റ്, ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. 6ൻ്റെ ഓപ്ഷൻ സി 6ൻ്റെ. നെക്സ്റ്റ്, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സെഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമാറോ. ഓപ്ഷൻ എ ഹി പ്രോമിസ്ഡ് ദാറ്റ് ഹി വുഡ് റിട്ടേൺ ദാറ്റ് ബുക്ക് ദ നെക്സ്റ്റ് ഡേ. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ എ PHOENIX. Next, if you had studied well, you dashed the examination. Option D would have passed. Next, kids are fond dash games. Option B off. The idiom a red letter day means. Option B a very important day. Next, I came across a dash of girls in the park. Option C baby. Next, the word scapegoat means. Option D a person blamed for someone else's wrongs.
നെക്സ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാവേഗൻറ്റ്. എക്സ്ട്രാവേഗൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ത്രിഫ്റ്റി. The expression sine qua non means option A an essential condition. Choose the correct sentence. Option B he has been writing for 2 hours. Next find the passive voice of when did you buy the boat. Option B when was the boat bought. Next choose the singular of data. Option C datum. Next there is little water in the glass means. Option C there is no water in the glass. The phrasal verb put off means. Option D to postpone something. Next it may take time to dash new situations. Option C adapt. Next Kiran's pen was dash than that of Arun. Option B worse. Next the train dash when he reached the railway station. Option C had left. നെക്സ്റ്റ് ശരിയായ പദം തിരഞ്ഞെടുക്കുക. മലയാളമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ശിപാർശ. ശിപാർശ. നെക്സ്റ്റ് ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം ഏതാണ്? ഓപ്ഷൻ സി വിഷണ്ണനായിരിക്കുക. നെക്സ്റ്റ് സർവം ആത്മാവായി കരുതുന്നവൻ എന്നാ പറയുന്നത്? ഓപ്ഷൻ ബി ആത്മപ്രഭവൻ. നെക്സ്റ്റ് മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ എ ഗൗണം. നെക്സ്റ്റ് ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ സി കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. നെക്സ്റ്റ് തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിരുന്നു പറയുന്നതാണ് തെറ്റ്. നെക്സ്റ്റ് പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം എഴുതുക. പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം എഴുതുക. ഓപ്ഷൻ സി വിലേശയം. നെക്സ്റ്റ് വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ്? ഓപ്ഷൻ ബി വെളു പ്ലസ് മ. നെക്സ്റ്റ് വാരണ്യ വ്യാള ബല്ലു കവ്യഘാതികൾ മനുഷ്യഭോജികളായുള്ള രാക്ഷസർ എന്ന വരിയിൽ അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം എന്താണ്? ഓപ്ഷൻ സി കരടി. എന്തിനെയാണ് ചോദിച്ചിരിക്കുന്നത്? വ്യാള ബല്ലൂഖ വൃഗാദികൾ എന്ന് പറയുന്ന ബല്ലൂഖ വൃഗാദികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? ഓപ്ഷൻ സി ആണ്, കരടിയാണ്. നെക്സ്റ്റ് ദിക്ക് പ്ലസ് നാഗൻ എന്നീ പദങ്ങൾ ചേർത്തെഴുതൽ എന്താണ്? ഓപ്ഷൻ ബി ദിങ് നാഗൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കേട്ടോ. നമുക്ക് എത്രയാണ് മാർക്കുകൾ കിട്ടിയിരിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മലയാളം മാത്രമായിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. അതിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.